ഇവിടെ ഭഗവാന്റെ കുട്ടിക്കാലത്തെ ബാലലീലകളെല്ലാം ഇവിടെ പരമമായ അറിവിനെ നമ്മളിലേക്ക് പകരുവാൻ പര്യാപ്തമായ നിലയിലാണ് നമുക്ക് അതിനെ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ ഭഗവാന്റെ കുട്ടിക്കാലത്തെ ലീലകളിൽ വളരെ പ്രധാനമായ ഒരു ലീലയാണ് വെണ്ണാപഹരണം എന്ന് പറയുന്ന ഒരു ലീല. ഇവിടെ നമ്മളെല്ലാവരും ഭഗവാനെന്ന് വിളിക്കുകയും ചെയ്യും. ഭഗവാന്റെ ലീലകളെ വേണ്ടും വണ്ണം മനസ്സിലാക്കാൻ പര്യാപ്തമായ നിലയിൽ നമ്മുടെ ചിന്തകളെ ഉയർത്താതെ നമുക്ക് സാമാന്യേന മനസ്സിലാക്കുന്ന ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടാണ് നമ്മൾ ഭഗവാനെ എന്ത് വിളിക്കുന്നത്? വെണ്ണ കട്ട കള്ള എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേ, നമ്മൾ ഈ വിളിക്കുന്നത് സത്യമാണോ അസത്യമാണോ? വെണ്ണ കട്ട കണ്ണ എന്ന് വിളിക്കുന്നത് സത്യമാണോ അസത്യമാണോ? ഉറക്കപ്പറ. അസത്യമാണ് അല്ലേ? അസത്യമാണ്. കാരണം ഭഗവാൻ എന്ന് പറയുമ്പോൾ ഉന്നതമായ ഗുണങ്ങൾ കൊണ്ട് നിറയുന്ന ഒരാളെയല്ലേ ഭഗവാൻ എന്ന് പറയാൻ പറ്റൂ. ഉന്നതമായ ഗുണത്തിൽ മോഷണം പെടുവോ? ഒരിക്കലും ഉന്നതമായ ഗുണത്തിൽ ഏത് പെടില്ല? മോഷണം പെടില്ല. അപ്പം നമുക്ക് കേവല ബോധത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതിനെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇതിപ്പോൾ പല കാര്യത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ സയൻസ് എടുത്ത് നോക്കേ. ഇപ്പോൾ സയൻസിൻ്റെ തലത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായൊരു കാര്യം, നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ വെള്ളം എടുത്തിട്ട് സാറ് പഠിപ്പിക്കുന്നത് H2O ആണെന്ന് പറയും അല്ലേ? ശരിയല്ലേ? നമ്മൾ ഇന്ന് വരെ അതിനകത്ത് എച്ചും കണ്ടിട്ടില്ല, ഓയും കണ്ടിട്ടില്ല. ആകെ കണ്ടിട്ടുള്ളത് എന്താ? വെള്ളം മാത്രമാണ്. പക്ഷേ നമ്മൾ H2O ആണ് എന്ന് പഠിച്ചത് കൊണ്ട് ആ പാഠം കൃത്യമാണ്. കാരണം അത് അനുഭവിച്ചറിഞ്ഞവർ അതാണ് എന്ന് കണ്ടെത്തി നമ്മളെ ബോധിപ്പിക്കുകയാണ് അല്ലേ? ആ ബോധ്യത്തിലല്ലേ പിന്നെ നമ്മുടെ മനസ്സിൽ H2O എന്ന് പറയുന്നത് ഉറയ്ക്കുന്നത് അല്ലേ? ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്ന് പറഞ്ഞത് എന്നെ പഠിപ്പിച്ച സാറന്മാർ ഈ ബോധം ഉറപ്പിച്ചത് കൊണ്ടാണ്. കാരണം മറ്റൊന്നാണ് എന്ന് പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല, മറ്റൊന്നാണ് എന്ന് ഇന്നുവരെ ആരും തെളിയിച്ചിട്ടും ഇല്ല. ശരിയല്ലേ? നമ്മളിതിനെടുത്ത് ഒട്ടിച്ചു വെച്ച് നോക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് അത് സാധിച്ചിട്ടുമില്ല. അപ്പോൾ അതുവരെയും നമ്മൾ അതേ കണക്ക് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രേഷ്ഠമായ തലത്തിൽ ഭാഗവതത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ മഹാത്മാക്കളായ ആചാര്യശ്രേഷ്ഠന്മാരെ മനസ്സിലാക്കി അവരതിന് നൽകുന്ന വ്യാഖ്യാനം കൂടി വിലയിരുത്തിക്കൊണ്ട് വേണം, മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഭാഗവതത്തിലെ ചില തത്വങ്ങൾക്ക് നിഗമനം പൂർണ്ണമാക്കി കാണാൻ. കാരണം നമുക്ക് അത്ര കണ്ടങ്ങ് പരിപൂർണമായും, കാരണം ഭാഗവതം വേദസാരമാണ്, വേദതത്വം തന്നെയാണ്. കഥകളെന്ന രൂപത്തിൽ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കഥകളായി മാറുമ്പോഴും അതിൻ്റെ മൂല്യത്തിനൊട്ടും കുറവ് വരുത്തിയിട്ടുമില്ല, വരുത്താൻ സാധ്യവുമില്ല, വരുത്തിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആശ്രയിച്ചു പഠിക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ട്. മനസ്സിലായില്ലേ? 3 തരത്തിൽ നമ്മൾ അറിവിനെ നമ്മൾ ഉറപ്പിക്കാൻ സാധിക്കണം. 3 തരമാണ് അറിവിന് വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട പാത. ഒന്ന് പ്രത്യക്ഷം എന്ന് പറയും. ഒന്നാമത്തത് പ്രത്യക്ഷം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരിട്ട് കണ്ടു, അതിനനുസരിച്ച് നമ്മൾ പറയുകയാണ് പ്രത്യക്ഷം അല്ലേ? നമ്മൾ പല കാര്യത്തെ അങ്ങനെയല്ലേ ബോധ്യപ്പെടുന്നത് പ്രത്യക്ഷത്തിൽ. രണ്ടാമത്തത് അനുമാനം എന്ന് പറയും. അനുമാനം എന്ന് പറയുന്നത് എന്താ? അനുമാനിക്കുക, ഊഹിക്കുക. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ മതിലിനപ്പുറത്തുനിന്ന് കുറച്ച് പുക പൊങ്ങി വരുന്നു, നമ്മളെ മനസ്സിൽ ഉടനെ അവിടെ നിന്ന് വിളിച്ച് പറയുന്നു അവിടെ തീ പിടിച്ചു അല്ലെ തീ എത്തുന്നു എന്ന് പറയും. എന്താ? തീയെ നമ്മൾ കണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. പകരം എന്ത് പറഞ്ഞു? അവിടെ തീ ഉണ്ടെന്ന് അനുമാനത്തിലേക്ക് എത്തി. ചിലപ്പോൾ ചിലർ പറയത്തില്ല ഇന്ന് നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, കാരണം നല്ല ചൂടായിരുന്നു. ശരിയാണ്, നല്ല ചൂട് സമയം കഴിഞ്ഞാൽ പെട്ടെന്നൊരു മഴയ്ക്കുള്ള സാധ്യത സ്വയമായിട്ടുണ്ടാവും. അങ്ങനെ പല കാര്യത്തിലും ഒരു അനുമാനം നമ്മൾ ചെയ്യാറില്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മൾ അനുമാനിക്കാറുണ്ട്. അപ്പോൾ രണ്ടാമത്തത് അനുമാനം. മൂന്നാമത്തത് ആഗമം എന്ന് പറയും. ആഗമം എന്ന് പറഞ്ഞാൽ അനുഭവസ്ഥരായ ആൾക്കാർ പകർന്നു തരുന്ന അറിവ്. നമ്മൾ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ ഊഹിച്ചിട്ടുമില്ല, പക്ഷേ അത് അനുഭവിച്ചവർ പറഞ്ഞു തരികയാണ്. ഇപ്പോൾ നമ്മളോട് ഒരാൾ പറയുകയാണ് ഈ റോഡിൽ കൂടെ അങ്ങോട്ട് പോകേണ്ട, അവിടെ കലുങ്കിൻ്റെ പണി നടക്കുക എന്ന് ഒരാൾ വഴിയിൽ നിന്ന് പറയണ വണ്ടിക്കാരൻ യാത്ര ചെയ്ത് വരുമ്പോൾ പറഞ്ഞാൽ ഈ വണ്ടിക്കാരൻ പിന്നീട് എന്ത് ചെയ്യത്തില്ല? അങ്ങോട്ട് പോവുമോ? അയാൾ തിരിച്ച് പോവും. എന്താ കാര്യം? അയാൾ നേരിട്ട് കണ്ടിട്ടില്ല, അയാൾ ഊഹിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ അനുഭവിച്ച ഒരാൾ പറഞ്ഞു കൊടുത്തു. ചിലപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ റോഡിൻ്റെ കലുങ്ക് കാട്ടിക്കൊടുക്കുന്ന ആളിനെ അല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ നമ്മുടെ ഋഷീശ്വരന്മാരും നമ്മുടെ പൂർവികന്മാരും ഒക്കെ
അവരനുഭവിച്ച അറിവിനെ നമുക്ക് വേണ്ടി പകർന്നു വെച്ച ഈ ശാസ്ത്രങ്ങളെല്ലാം ആഗമശാസ്ത്രങ്ങളാണ്. ആഗമം വെച്ചാൽ അനുഭവിച്ചവർ പറഞ്ഞത് അല്ലേ? ഭാഗവതം, രാമായണം, അത് കണക്കുള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും അറിവ് അവരുടെ ബോധതലത്തിൽ ശരിയെന്ന് ബോധ്യപ്പെട്ടു. നമ്മളിപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം പറഞ്ഞു. H2 എന്നത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ്റെ അനുഭവമാണ്. അത് ആഗമമാണ് നമ്മുടെ മുന്നിൽ സാറ് ഈ പഠിപ്പിച്ച സാറ് പോലും ഇന്ന് വരെ H2 എന്ന് പറഞ്ഞത് ഒട്ടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. നമ്മളെ അടി തന്ന് പഠിപ്പിച്ച സാറ് പോലും അത് ചെയ്തിട്ടില്ല ഉണ്ടോ? അതിനെ വേർതിരിച്ച് രണ്ടായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അദ്ദേഹം ഇത് തന്നെ പഠിപ്പിച്ചു. കാരണം എന്താ? അതിന് മുമ്പുള്ള അനുഭവബോധ്യം വന്നവർ അത് നമുക്ക് പകർന്നു തരുന്നതാണ്. അപ്പോൾ ശരി, ഇവിടെ ഈ ആഗമ തത്വത്തിൽ നമ്മൾ ഭഗവാന്റെ ഈ ഒരു ലീലയെ ചിന്തിക്കാൻ കൂടി നമ്മൾ തയ്യാറാണ്. ഏത് ലീലയാണെങ്കിലും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ചില തെറ്റായ ധാരണകളിൽ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് പോകേണ്ടി വരും. ഇവിടെ ഭഗവാൻ ഒരിക്കലും കള്ളനാവില്ല. ആവുമോ? ഇല്ല. ഇനി കള്ളൻ ഭഗവാനാവുമോ? അതും വളരെ പ്രയാസമാണ്. ചിലപ്പം കള്ളത്തരമൊക്കെ നിർത്തി ഭഗവാനാവാം. പക്ഷെ ഭഗവാൻ എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ കള്ളത്തരം പാടില്ല. ചിലപ്പോൾ കള്ളനും മനസ്സ് മാറി നല്ല വ്യക്തിയാവാൻ പറ്റത്തില്ലേ? മനപരിവർത്തനം വന്ന് നല്ല വ്യക്തിയാവാൻ പറ്റും. പക്ഷേ നിലവിൽ രണ്ടും ഒരുമിച്ച് ചേരുന്നതല്ലാണോ? ഈശ്വരനും മോഷണവും ഒരുമിച്ച് ചേരുന്നതാണോ? ഒരിക്കലും അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ പിന്നെ എന്താണ് ഇവിടുത്തെ ഈ ലീലയുടെ പുറവിലുള്ള തത്വം? ഇവിടെ ഈ ലീലയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ആരാണ്? ഒരു ഭാഗത്ത് ഭഗവാനാണ്. മറുഭാഗത്ത് ആരാ ഉള്ളത്? ആരാ? ഗോപികമാരാണ്. ഒരു ഭാഗത്ത് ഭഗവാന്റെ ഭാഗത്താണ് ഗോപകുമാരന്മാരും ഉള്ളത്. മറുഭാഗത്ത് ഈ പരാതിയുമായി വരുന്നതാരാ? ഗോപികമാരാണ് അല്ലേ? അപ്പോൾ ഭഗവാനും ഗോപികമാരുമായിട്ടുള്ള ലീല ആധ്യാത്മിക ബോധത്തിൻ്റെയും ആത്മവിദ്യയുടെയും ഉന്നതമായ തലത്തിലുള്ള വിദ്യാഭ്യാസമാണ്. മനസ്സിലായില്ലേ? അതാണ് നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം. കാരണം ഏറ്റവും പിന്നിൽ നിൽക്കുന്ന, നമ്മൾ ഇന്ന് നോക്കുന്ന സാമൂഹിക വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവരാണ് ആര്? ഗോപികമാർ. ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടോ ഗോപിക?